താരസംഘടനയായ അമ്മയെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. വിവരവും വെളിവുമുള്ളവളുമാര് ഇതിനെ AMMA എന്ന് വിളിക്കും. അതായത് അവളുമാരാണല്ലോ പേരിട്ടത്. അപ്പോൾ ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പല ആഭ്യന്തര ചേരിപ്പോരുകളും പല ആഭ്യന്തര പ്രശ്നങ്ങളും കഴിഞ്ഞ ദിവസം നടിയും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുൻ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹാസൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. നടൻ ടിനി ടോമിന്റെ പേരാണ് അൻസിബ ഹാസൻ പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് തന്നെ പറ്റിയിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപോലെ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപം നടത്തിയും എന്നാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം. തനിക്കെതിരെ പല ഗൂഢാലോചനകളും അമ്മ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നും അത് മാത്രമല്ല ഒരു വനിതാ മെമ്പർ തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുകയും വ്യാജ കംപ്ലൈന്റ് കൊടുക്കുകയും അതേ തുടർന്ന് തനിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെ പറ്റിയും അൻസിബ ഹാസൻ തുടർന്ന് പറയുന്നുണ്ട്. എന്തായാലും അൻസിബ ഹാസൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ അമ്മ സംഘടനയിലേക്ക് ഔദ്യോഗികമായി പരാതി അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പരാതി നൽകിയില്ല? കാരണം സംഘടനയ്ക്കുള്ളിൽ പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി നൽകുകയുണ്ടായി. അന്ന് ഞാൻ മാക്സിമം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ഈ വിഷയം ഉന്നയിക്കുകയും പരാതി അയക്കുകയും ചെയ്തതാണ്. ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സംഘടനയിലെ 2 ഭാരവാഹികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. ഒരു സംഘടനയിലെ 2 ഭാരവാഹികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ സംഘടനയിൽ ന്യായമായി എന്താണ് ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രശ്നം പരിഹരിക്കൂ എന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയില്ലേ? നിങ്ങൾ പറയൂ, ഇതിന് നിങ്ങളുടെ പക്കൽ ഉത്തരമുണ്ടോ? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വന്തം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു നോക്കൂ. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത് എനിക്കെതിരെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം നൽകിയ പരാതി ഇവിടെ അന്വേഷിക്കണം എന്നാണ്. അന്വേഷിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇതിൽ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് പ്രസിഡന്റ് പ്രതികരിച്ചത്. അതുകൂടാതെ ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസുകളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഒരു നീതിയും ലഭിച്ചില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു. വിവരാവകാശ നിയമപ്രകാരം ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിന്റെ ദൃശ്യങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. എനിക്ക് മറുപടി കിട്ടിയത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നായിരുന്നു. എനിക്കെതിരെ പരാതി നൽകിയ ആളിന്റെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം എന്ന് ഞാൻ പറഞ്ഞു. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്.